അവളെ മാത്രം കെട്ടി ഇങ്ങ് കൂടെ കൊണ്ടുവന്നാ മതി. മറ്റ് 4 എണ്ണത്തിനെയും വഴിയാധാരമാക്കാൻ അവളെ പാകപ്പെടുത്തി എടുത്താ മതി. പഞ്ചരത്നത്തിലെ ഇന്നത്തെ ഉച്ചയോണോടുകൂടി നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കും. ചേച്ചി ധൈര്യമായിട്ടിരിക്കും. പാചകക്കാരനെ കയ്യിലെടുക്കാൻ അത്രയ്ക്ക് ചെലവാക്കിയിട്ടുണ്ട് നമ്മൾ. നീ പറഞ്ഞതുപോലെയൊക്കെ നടക്കുകയാണെങ്കിൽ എന്റെ കൺമുമ്പിൽ തിളയ്ക്കുന്നുണ്ട് സാമ്പാർ. കഴിക്കുന്നവന്റെയൊക്കെ വയറ്റിൽ തീയാളിക്കുന്ന സാമ്പാർ. നോക്കട്ടെ. മതി ഭാസ്കരേട്ടാ, സാമ്പാർ പാകമായി. ചേച്ചി ആ കായങ്ങ എടുത്തേ. ചോറ് തവിയിൽ കോരിക്കൊണ്ടു ചേച്ചി. ശരി മോളെ. മോളെ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് വാർത്തോളൂ. ശരി മോളെ. ഇനി തോരൻ റെഡിയാക്കിക്കോ ഏട്ടാ. ഭാസ്കര, ആരും അറിയില്ലെന്ന് കരുതിയോടാ. ഇവിടെ സ്ഥിരമായിട്ട് വരുന്നൊരു കസ്റ്റമറാ. വിഷം. ഇയാള് സാമ്പാറിൽ വിഷം ചേർക്കാൻ നോക്കിയതാ. നേരാണോ ഭാസ്കരേട്ടാ? നിങ്ങൾ സാമ്പാറിൽ വിഷം ചേർക്കാൻ നോക്കിയോ? ചോദിച്ചത് കേട്ടില്ലേ? ഭാസ്കരേട്ടൻ വിഷം ചേർക്കാൻ നോക്കിയോ? യോൻ പറയില്ല. ഇത് കരുതി കൂട്ടിയുള്ള പ്ലാനാ. വിഷം ചേർക്കാനുള്ള എല്ലാ പ്ലാനും ഇയാൾ ഇന്നലെ ബാറിൽ വെച്ച് പറഞ്ഞതേ എന്റെ സുഹൃത്ത് വിഷ്ണുവിനോടാ. എനിക്ക് നിങ്ങളുടെ ഈ ഹോട്ടലുമായിട്ട് അടുപ്പമുണ്ടെന്ന് വൈകി അവൻ അറിഞ്ഞത്. ഞാൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് ഊണ് കഴിക്കാറുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൻ എന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തി.
അമൃതം മാറ്. പറയടാ. ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ സാർ. തെറ്റ് പറ്റിപ്പോയി. മക്കളും കുടുംബം ഉള്ളതാ സാർ. എന്നെ ഇനി ഉപദ്രവിക്കല്ലേ. എന്തിനാ ഇത് നിങ്ങൾ ഞങ്ങളോട് ചെയ്തേ? ഊണ് കഴിക്കാൻ വന്നവരെ മുഴുവൻ കൊല്ലാനോ? പഞ്ചരത്നം പൂട്ടിക്കാനും നിങ്ങളെയൊക്കെ ജയിലിലാക്കാനും. ഇത്രയും കാലം കൂടെ നിന്നിട്ട് എന്തിനാ നിങ്ങൾ ഈ ചതി ഞങ്ങളോട് ചെയ്തേ? കാശ് മുകിച്ച് ചെയ്തു പോയതാ. ആര് പറഞ്ഞിട്ട്? ഞങ്ങളെ ചതിച്ച പണം തരാന്ന് ആരാ തന്നോട് പറഞ്ഞത്? പറടാ, ആരാ ഇതിന്റെ പിന്നില്? കുറച്ച് കാശ് അഡ്വാൻസ് ആയി തന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചത് ഇവരുടെ രണ്ടാനമ്മ കലാവതിയും അനിയൻ മഹേന്ദ്രനുമാണ്. കലാവതിയും മഹേന്ദ്രനോ? ആ അതെ, വിഷം വാങ്ങി തന്നതും അവരാ. അവര് പറഞ്ഞെന്ന് വെച്ച് കുറച്ച് കാശിന് വേണ്ടി ഞങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയല്ലോ ഭാസ്കരേട്ടാ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല അമൃത. ഞാൻ പോലീസിനെ വിളിക്കാം. അയ്യോ വിളിക്കല്ലേ സാർ. ഞാൻ എല്ലാരെയും കാല് പിടിക്കാം. എന്നെ പോലീസിലേപ്പിക്കല്ലേ. എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല. നാട്ടുകാരുടെ മുഴുവൻ ജീവൻ വെച്ചിട്ടുള്ള കളിയാ നീ നിന്നെ ഏൽപ്പിച്ചു വിട്ടവരും കൂടെ കളിച്ചത്. നീ അകത്ത് പോണം. പോലീസിനെ വിളിക്കല്ലേ സാറേ. അവരൊക്കെ പിടിപാടുള്ളവരാ. അവരൊക്കെ രക്ഷപ്പെടും. അവസാനം ഞാൻ മാത്രം ജയിലിലാവും. എന്റെ കുഞ്ഞു മക്കളെ ഓർത്തെങ്കിലും എന്നോട് ക്ഷമിക്കണം അമൃതമോളെ. കടന്നു പോ പുറത്ത്. ഇനി എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. വൃത്തികെട്ട ജന്മം. പോവാൻ. ഈശ്വരന്റെ അനുഗ്രഹമുണ്ട് നമുക്ക്. എന്തൊരു വലിയ അപകടത്തിൽ നിന്നാ നമ്മൾ രക്ഷപ്പെട്ടത്. സത്യം, ഒരു അത്ഭുതമല്ലേ ഇവിടെ സംഭവിച്ചത്. ആ അഭിമന്യു കാര്യം അറിഞ്ഞതും തക്ക സമയത്ത് ഇവിടെ വരാൻ കഴിഞ്ഞതും ഒക്കെ ഈശ്വരാധീനോ. അച്ഛനും കലാവതിയൊക്കെ ചേർന്ന് എന്തിനാ നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ എന്ത് ദ്രോഹം അവരോടൊക്കെ ചെയ്തേ? ഇതാ കലാവതിയോട് ചോദിക്കണം ചേച്ചി. നമ്മളെ ഒന്ന് ജീവിക്കാൻ വിടാൻ പറ. ചോദിക്കേണ്ടതും പറയേണ്ടതും പോലീസായിരുന്നു. ക്ഷമിക്കാൻ പാകത്തിനുള്ളൊരു തെറ്റല്ല അവൻ ചെയ്തത്. വേണ്ട, അതൊന്നും വേണ്ട. നമ്മള് കുറച്ചുകൂടെ ശ്രദ്ധിച്ചാ മതി. പഞ്ചരത്നത്തിൽ പോലീസ് കയറി ഇറങ്ങിയ അതിന്റെ ക്ഷീണം നമുക്ക് തന്നെയാ. ചേച്ചി, ദേ അഭിയേട്ടൻ പോകാൻ ഇറങ്ങുന്നു. ഈശ്വര, ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. പോവാണോ? പിന്നെ എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്കിപ്പോ ഈശ്വരന് തുല്യ അഭിമന്യു. പൂജിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ തരാം, അതേ നടക്കൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, അതെന്താ ഇത്ര പെട്ടെന്ന്? കഴിച്ചിട്ട് പോയായിരുന്നല്ലോ. ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, മറ്റൊരു ദിവസമാവാം. പോയിട്ട് വേറെ കാര്യമുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, കൂടെ നിൽക്കുന്നവരെങ്കിലും തിരിച്ചറിയാനുള്ള കണ്ണുണ്ടാവണം. കഴിവും. സ്വന്തം അച്ഛനും ഭാര്യയും ശത്രുക്കളാ, എന്ത് ചെയ്യാൻ പറ്റും? പേടിയില്ലാത്തോണ്ടാ. നിങ്ങൾ പെൺകുട്ടികളല്ലേ, ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും ആപത്തൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെടുത്തിയതല്ലേ. തെറ്റായി വിചാരിക്കില്ലെങ്കിൽ ഒരു നന്ദി പറയട്ടെ ഞാൻ. നന്ദി വേണ്ട. എനിക്ക്
തന്നെ മതി. വെറും വാക്കല്ല, ഒരുപാട് ആലോചിച്ച് അത്രമാത്രം ആഗ്രഹിച്ച് പറഞ്ഞതാ. കടന്നു പോയിക്കോ എന്റെ കൺമുമ്പിന്ന്. മേലാൽ എന്റെ കൺവട്ടത്ത് കാണരുത് നിന്നെ. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്നോട് ചേച്ചി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് സംഭവിച്ച എന്താണെന്നറിയണം. എനിക്കൊന്നും അറിയണ്ട. നിന്റെ വാക്ക് വിശ്വസിച്ച് ഒരുപാട് കണക്കുകൂട്ടലുകൾ നടത്തിയതാ ഞാൻ. ഹോട്ടൽ പഞ്ചരത്നം എന്റെ കൈവെള്ളയിൽ ഇരിക്കുമെന്ന് മോഹിച്ചതാ. എല്ലാം നശിപ്പിച്ചില്ലേ? എന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചില്ലേ നീ? പക്ഷെ ഒന്നും നടക്കാതെ വന്നത് എന്റെ കുറ്റം കൊണ്ടാണോ? പിന്നെ ആരുടെ കുറ്റം? പാചകക്കാരൻ ചതിച്ചതാണോ? അല്ല, അയാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തേനെ. അപ്പോഴല്ലേ അവൻ കയറി വന്നത്. ആര്? ആരാവൻ? അത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം? ഈ രഹസ്യം അവൻ എങ്ങനെ അറിഞ്ഞു? അതാ എനിക്കറിയേണ്ടത്. നമ്മൾ മാത്രം മനസ്സിൽ സൂക്ഷിച്ച ഒരു കാര്യം മറ്റൊരാൾ എങ്ങനെ അറിഞ്ഞു? അത് എനിക്കും മനസ്സിലാവുന്നില്ല ചേച്ചി. എനിക്ക് തോന്നുന്നത് ആ പാചകക്കാരന്റെ വായിന്ന് എങ്ങനെയോ ചോർന്നു പോയിട്ടുണ്ടാകും ആ രഹസ്യം. എന്നാലും തക്ക സമയത്തൊന്ന് രക്ഷിക്കാൻ പഞ്ചരത്നത്തിന് ആരാണോ? എന്താ പഞ്ചരത്നത്തിൽ എന്ത് സംഭവിച്ചു? ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ മക്കൾക്ക് ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. ആരാവൻ? എന്താ അവന് നിങ്ങളുടെ മക്കളോട് ഇത്രക്കിഷ്ടം? എന്തിനും പോന്ന 5 എണ്ണം അല്ലേ ഉള്ളത്? കണ്ണും കയ്യും ഒക്കെ കാണിച്ച് കണ്ടവനെയൊക്കെ കടയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടാവും. നീ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിള്ളേരെ ഒരു പാഠം പഠിപ്പിക്കാനായി നീയും ഇവനും കൂടി എന്തോ ഒരു ഏർപ്പാട് ചെയ്യുന്നെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ? അല്ല, ആ ഹോട്ടലും വസ്തുവകകളും നമുക്ക് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മൂത്ത മോളുണ്ടല്ലോ, ചത്തുപോയ അമ്മയ്ക്ക് പകരം നിൽക്കുന്നവള്, അവളെ ദേ ഇവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണമെന്നും ഞാൻ പലവട്ടം പറഞ്ഞതാ. ഞാൻ കണക്കൂട്ടിയതുപോലെ വരുവാരെന്നറിയാ. അപ്പോഴാ രക്ഷിക്കാനും പരിരക്ഷിക്കാനും ഒരുത്തനിടയ്ക്ക് വന്ന് കയറിയത്. അതാരാ അങ്ങനെ ഒരാള്? അതെ, അതാരാ അങ്ങനെ ഒരുത്തൻ? എനിക്കതറിയണം മഹേന്ദ്ര. അത് കണ്ടുപിടിക്കണം. ആ 5 പെമ്പിള്ളരും വിഷവിത്തുകളാ. ആരെ കൂട്ടുപിടിച്ചും എന്ത് ചെയ്യാനും അവർക്ക് മടിയില്ല. നശിച്ച് കെട്ടുപോകണമെന്നേ ഇതുവരെ വിചാരിച്ചിട്ടുള്ളൂ. ചത്ത് കെട്ടുപോകണമെന്ന് ഇപ്പോഴാ ആഗ്രഹിക്കുന്നത്.
നമ്മുടെ മോളെ മറ്റേ പാതി കണ്ടില്ലല്ലോ. ഇവിടെ ഇല്ല. അമൃത കൊച്ചെന്തി? അവളെയും കണ്ടില്ലല്ലോ. രണ്ടാളും കൂടെ എന്തോ അത്യാവശ്യത്തിന് പുറത്തേക്ക് പോയതാ. വിളമ്പി തരുന്നെങ്കിൽ അമൃത കൊച്ച് വിളമ്പി തരണം. വയറ് മാത്രമല്ല, മനസ്സും നിറയും. ഓഹോ, അപ്പൊ ഞങ്ങള് വിളമ്പി തരുമ്പോ വയറ് നിറയാത്തതുകൊണ്ടാണോ ചേട്ടൻ ഇന്ന് മൂന്നാമതും ചോറിടിച്ചത്? നിങ്ങൾ വിളമ്പി തരുന്നത് സന്തോഷമാ, പക്ഷെ ചേച്ചിയുടെ സ്നേഹം ഒന്ന് വേറെയാ. ഓ, സമ്മതിച്ചു. അമൃതേച്ചി എങ്ങോട്ടാക്കില്ലേ പോയത്? നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ചോദിച്ചപ്പോ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. ആരാധ്യം കൂട്ടിയാണല്ലോ പോയത്. എവിടെ പോയതായിരിക്കും? അതാ ഞാനും ആലോചിക്കുന്നത്. നമ്മളോട് ഒന്നും പറയാതെ പോയതില്ല എനിക്ക് സംശയം. എന്നാലും എങ്ങോട്ടായിരിക്കും അവര് പോയത്? ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരുപാട് താമസിക്കും മോളെ. അത് പറയാൻ പറ്റില്ല. വാ. ദേ, ബഹളം വെക്കാനും തല്ലാനും ഒന്നും നിൽക്കരുത്. നീ മിണ്ടാതെ നിന്നാ മതി, ഞാൻ സംസാരിച്ചോളാം. ഞാനൊന്നും മിണ്ടുന്നില്ല. അവയ്ക്കിട ഞാൻ പിന്നെ വിളിച്ചോളാം. ചേച്ചി ഒന്നിങ്ങ് വന്നേ. എന്തിനാടി വന്നത്? വഴക്കിനാണോ അതോ വീണ്ടും തല്ലാനോ? തല്ലും വഴക്കൊന്നും ഞങ്ങൾക്ക് ശീലമുള്ളതല്ല. നിങ്ങൾ ഇരന്ന് വാങ്ങിച്ചതാ. അത് ഞങ്ങളുടെ കുറ്റമല്ല. അന്ന് ഞാൻ കൂടെ ഇല്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയെ തല്ലിയ കൈ ഒടിഞ്ഞു തൂങ്ങിക്കിടന്നേ. കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ വിഴുപ്പലക്കാനല്ല ഞങ്ങളിപ്പോ വന്നത്. പിന്നെ എന്തിനാണാവോ? അച്ഛനെ കാണാനാ. ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്ക. അയ്യോ, പെട്ടെന്നെന്താ അച്ഛനെ കാണാനൊരു പൂതി? അച്ചോ, ചന്ദ്രസേനച്ചോ, ദേ പുന്നാര മക്കള് കാണാൻ വന്നിരിക്കുന്നു. അളിയോ, ചന്ദ്രസേനൻ അളിയോ, ഒന്ന് ഇറങ്ങി വന്നേ. എന്താടി രണ്ടും കൂടെ? കഴിഞ്ഞ 20 വർഷമായിട്ട് എന്റെയും എന്റെ അനിയത്തിമാരുടെയും വിയർപ്പിന്റെ വിലയാ ഹോട്ടൽ പഞ്ചരത്നം. ഒരു 10 പട്ടിണി പാവങ്ങളെങ്കിലും ദിവസവും വിശപ്പടക്കുന്നുണ്ട് ഞങ്ങളുടെ ഊണ് കഴിച്ച്. ആ അന്നത്തിൽ വിഷം ചേർക്കാൻ ഇവരും ഇവരുടെ ഈ അനിയനും കൂടെ ചേർന്ന് തീരുമാനിച്ചത് അച്ഛന്റെയും കൂടെ അറിവോടുകൂടിയാണോ? അതറിയാനാ ഞങ്ങൾ വന്നത്. നീതെന്താടി പിച്ചും പേയും പറയണോ? ചന്ദ്ര, ഞാൻ മനസ്സാവാച അറിഞ്ഞ കാര്യമല്ലേ ഈ പറയുന്നത്. നിന്നിടം കുഴിഞ്ഞു പോകുന്ന കള്ളത്തരം പറയരുത്. നിങ്ങളും ദാ ഇവനും ചേർന്ന് പാചകക്കാരൻ ഭാസ്കരനെ വിഷം ചേർക്കാൻ ചട്ടം കെട്ടി പറഞ്ഞയച്ചത് അവൻ തന്നെ തുറന്നു പറഞ്ഞു. കള്ളവാ, പച്ചക്കള്ളം. ചന്ദ്ര, ഇവള് മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുന്നതാ. നീങ്ങി മാറിയേ. നീ ഈ പറയുന്ന ഒന്നും കലാവതി അറിഞ്ഞ കാര്യമല്ല. വെറുതെ ആരെങ്കിലും പറഞ്ഞു കേട്ട് നാവിട്ട് അലയ്ക്കാതെ രണ്ടും കൂടി ഇവിടുന്ന് പോ. അല്ലേലും ഞങ്ങൾ ഇവിടെ പുറത്തേക്ക് വന്നതല്ല, ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വന്നതാ. അച്ഛൻ അറിഞ്ഞിട്ടായാലും അല്ലെങ്കിലും ഇവരിനി ഞങ്ങളെ ദ്രോഹിക്കാൻ വരരുത്. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? അങ്ങനെ വിചാരിച്ചാലും തെറ്റില്ല. ഓ, ഇപ്പൊ രക്ഷിക്കാനൊരുത്തനുണ്ടല്ലോ, അതിന്റെ ബലത്തിലായിരിക്കും ഈ ഭീഷണി.
ചന്ദ്രൻ ഇത് വല്ലോ അറിയുന്നുണ്ടോ? ഒരുത്തം വന്ന് കൂടിയിട്ടുണ്ട്, രക്ഷകൻ. എന്താടി അവന്റെ പേര്? ഈശ്വരൻ. ശരിക്കും ഈശ്വരൻ എന്നാ അയാളുടെ പേര്. അമ്മയുടെയും ദേവമ്മയുടെയും ആത്മാവ് പറഞ്ഞു വിട്ടതാ അയാളെ. ഇല്ലെങ്കിൽ ഇന്ന് പഞ്ചരത്നം പൂട്ടിയേനെ. എന്തായാലും ഇത്തവണ കൂടി ഞങ്ങൾ ക്ഷമിക്കുക. ഇനിയും ദ്രോഹിക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലും നിങ്ങളുടെ ആയുസിന്റെ നീളം കുറയ്ക്കും. ഒന്ന് പോടി പെണ്ണേ. മലവെള്ളം വന്നിട്ട് പേടിച്ചിട്ടില്ല, പിന്നല്ലേ ഇത്തിരി പോന്ന ഈ ചെളിവെള്ളം. എന്റെ ആയുസ് അളക്കാൻ വന്നിരിക്കുന്നു ചാവാലി പട്ടികള്. ഇറക്കി വിടി ചന്ദ്രായി വെച്ചകളെ, ഇല്ലെങ്കി രണ്ട് കാലിൽ ഇവിടുന്ന് പോവില്ല. വഴക്കുണ്ടാക്കാതെ പോടി, വെറുതെ ഇവിടെ ദേഷ്യം പിടിപ്പിക്കണ്ട. പറഞ്ഞത് കേട്ടിട്ടോടി, ഇറങ്ങി പോടി അവിടുന്ന്. എന്റെ ദേഹത്ത് തൊട്ടാ നീ എന്ത് കേടി? എടാ, വല്യച്ചയുടെ മേത്ത് കൈവെക്കുന്നോടാ. നീ എന്റെ അനിയനെ തല്ലിയോടി. അല്ലുമല്ല, വേണ്ടി വന്ന കൊല്ലും ഞാൻ. അടിച്ചോടിക്ക് ചന്ദ്ര ഇവളെ. ആരെയും കേറി നീ അടിക്കും അല്ലടി? എന്റെ കൊച്ചിനെ തല്ലിയല്ലേ നിങ്ങള്? അവളെ മാത്രമല്ല, നിന്നെയും തല്ലും ഞാൻ. അച്ഛനാണെന്നൊന്നും വിചാരിക്കില്ല. ആരെയും ഞാൻ നിങ്ങളെ